പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നും ഒന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുന്നത് IOC ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മയിൽപ്പെട്ടതാണോ അല്ല എന്ന് തന്നെയാണ് മറുപടി. എൻ്റെ ഒരു ചെറിയ വിശദീകരണം ഞാൻ തരാം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഡെഫിനേഷൻ എന്താണ്? നിക്യ, കുസ്തുന്തീനോപോലിസ്, എഫേസൂസ് ഈ 3 പൊതു സുന്നോദോസുകളിലെ തീരുമാനങ്ങളെയും ആ 3 പൊതു സുന്നോദോസുകൾ മാത്രമാണ് പൊതു സുന്നോദോസുകളെന്ന് അംഗീകരിക്കുന്ന സഭകളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. AD 451 കൂടിയ കൽക്കീദം സുന്നോദോസിനെ നിരാകരിക്കുന്നവരല്ല, അവരല്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. IOCക്കാരുടെ അവർ പറയുന്ന അവരുടെ ഔദ്യോഗിക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കൽക്കീദം സുന്നോദോസിനെ നിരാകരിക്കുന്നവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ കൽക്കീദോനെ അംഗീകരിക്കുന്നില്ല, തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിക്യ മുതലായ 3 പൊതു സുന്നോദോസുകളെ മാത്രം അംഗീകരിക്കുന്നവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഇവർ ഓറിയന്റൽ അല്ല. ഇവർ ഓറിയന്റൽ ആയിരുന്നു. 1912 വരെ ശരിയായ സിറിയക് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ്. പരിശുദ്ധ അദ്വൈക പാത്രിയാർക്കീസിന്റെ കീഴിൽ AD 325 പൊതു സുന്നോദോസാണ് തീരുമാനിച്ച് അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ഭരണാധിപൻ അന്ത്യോക്യ പാത്രിയാർക്കീസാണ്. അദ്ദേഹത്തിന് മലങ്കരയിൽ ഒരു കാതോലിക്കായെ വാഴിക്കാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊന്നും ഇവർ മിണ്ടുന്നില്ല. ആ കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭക്കാരാണെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാനാണ്? അവരെ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു കൊല്ലത്തോളമായി പുറത്താക്കിയിട്ട്, എന്നാൽ ഇപ്പോഴും അവരത് അംഗീകരിക്കുന്നില്ലെന്നാണ് വേറെ രസം. അവരിങ്ങനെ ഇപ്പോഴും പറയും ഞങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭക്കാരാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ആ കൂട്ടായ്മയിലെ സഭകൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഈ 3 സഭകളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. ഈ 3 സഭകൾ മാത്രമേ ഉള്ളൂ. എത്യോപ്യൻ എറിത്രിയൻ സഭകൾ ഒരു കാലത്തായിരുന്നു, എന്നാൽ അവർ കോപ്റ്റിക് സഭയിൽ നിന്നും വേർപെട്ട് സ്വതന്ത്ര സഭയായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവരെ ഈ ഓറിയന്റൽ സഭകളിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 സഭകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എരിത്രിയൻ എത്യോപ്യൻ സഭകളെ പോലെ ഈ IOCക്കാർക്ക് സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അവരിപ്പോൾ അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിൽക്കുകയും വേണം, അന്ത്യോക്യ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിൽ നിൽക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അവർക്ക് സ്വതന്ത്ര സഭ വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭക്കാരല്ല നിങ്ങൾ. അതിനെപ്പറ്റി വാദിക്കുകയും വേണ്ട. അതൊരിക്കലും ശരിയല്ല. 2 വഞ്ചിയിൽ കാല് കുത്താൻ പറ്റൂല. ഏതെങ്കിലും ഒന്നിൽ നിൽക്ക്. ഒന്നുകിൽ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിൽ നിൽക്ക്, അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ നിൽക്കണമെങ്കിൽ ഈ അന്ത്യോക്യ പാത്രിയാർക്കീസിനെ അംഗീകരിക്കണം. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മലങ്കര സഭ. നിങ്ങളിപ്പോൾ പുതിയ പേര് പറഞ്ഞാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. 1912 വരെ ഇങ്ങനെ ഒരു സഭയില്ല. നിങ്ങളുണ്ടാക്കിയ സഭയാണ്. ഞങ്ങൾക്ക് വിരോധമില്ല, ഏത് സഭയും നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ ഇതാണ് സത്യം. വെറുതെ അതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. പൗരോഹിക നൽവരം നിങ്ങൾക്കില്ല. നിങ്ങളുടെ അച്ഛന്മാർ പലരും അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യം
പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനിയെങ്കിലും ഞങ്ങൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടതാണെന്ന് പറയരുത്. ഭരണഘടനയിലെ ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നോ ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ അന്ത്യോക്യ പത്രീസെന്ന് എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പക്ഷേ കോടതിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ അങ്ങനെ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അതും കാര്യമില്ല. നമ്മൾ രണ്ടും രണ്ട് സഭക്കാരാണ്. അതിപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരേയായി. ഇനി നിങ്ങൾ പുതിയ സഭയുണ്ടാക്കി മാറിയെന്ന് സമ്മതിച്ച് ഞങ്ങളെ രക്ഷിക്കണം, അതെനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്ക് അപേക്ഷിക്കാനുമില്ല. ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.